സാർ ഈ ശബരിമല വിഷയം എത്ര പറഞ്ഞാലും തീരുന്നില്ല. ഇപ്പോ തന്ത്രിയാണെങ്കിൽ കാട്ടുകള്ളം തന്ത്രി അങ്ങനെ തന്നെ പറയേണ്ടി വരും. തന്ത്രി ഇപ്പോ 2.5 കോടി രൂപ തന്ത്രി ഇന്ന് നഷ്ടപ്പെട്ടു. തിരുവല്ലയിൽ ഒരു സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ച പണമാണ് 2.5 കോടിയാണ്. ഒന്നും രണ്ടും പൈസ അല്ല, 2.5 കോടി. ഇപ്പൊ ഈ ബാങ്കിനെതിരെ, ഈ ബാങ്ക് പൊട്ടി, ഈ ബാങ്കിനെതിരെ ഇപ്പൊ വിജിലൻസ് അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. ഈ പൊളിഞ്ഞ ബാങ്കിൽ, ആ ബാങ്കിലാണ് 2.5 കോടി ഇട്ടത്. ആ ബാങ്ക് പൊട്ടിയിട്ടും ആ പൈസ നഷ്ടപ്പെട്ടു തന്ത്രി ഒരിടത്തും പരാതി നൽകിയിട്ടില്ല. വെള്ളപ്പൊക്കത്തിൽ കുറച്ച് പൈസ പോയി, അതിനെ കുറിച്ച് പരാതി നൽകിയിട്ടുണ്ട്. അല്ലാതെ ഈ 2.5 കോടി നഷ്ടപ്പെട്ടതിനെ കുറിച്ചോ പോയതിനെ കുറിച്ചോ പരാതി വരും. ഒന്ന് ആലോചിച്ച് നോക്കൂ സാർ, ഒരു 5000 രൂപ പോയാൽ പോലും നമ്മളെയൊക്കെ ചങ്കിടിക്കും. പോട്ടെ, 500 രൂപ പോയാൽ പോലും ഈ 2.5 കോടി എന്ന് പറയുമ്പോ ഈ തന്ത്രിക്ക് അത്ര വിലയില്ലേ പണത്തിന്? ഏത് വർഷമാണെന്ന് ഓർമ്മയുണ്ടോ? അത് ഇല്ല സാർ. ഈ 2.5 കോടി പോയത് എന്തുകൊണ്ട് തന്ത്രി മിണ്ടായിരുന്നു? വളരെ വ്യക്തമല്ലേ അത്? സുതാര്യമായിട്ടുള്ള ഇടപാടല്ല, കള്ളപ്പണ ഇടപാടാണ്. എന്തിനാണ് ഈ സ്വകാര്യമാക്കിക്കൊണ്ടിട്ടത്? ചെങ്ങന്നൂരിൽ ധാരാളം പബ്ലിക് ബാങ്കുകളുണ്ടല്ലോ, നാഷണലൈസ്ഡ് ബാങ്കുകളുണ്ടല്ലോ, യൂണിയൻ ബാങ്ക് തന്നെ ഉണ്ടല്ലോ, കേന്ദ്ര ഗവൺമെൻറ് നേരിട്ടുള്ളത്. അല്ലെങ്കിൽ LIC സ്പോൺസർ ചെയ്യുന്ന IDBI എന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇതെല്ലാം ഗ്യാരണ്ടിയുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങൾ പോലെ തന്നെയുള്ള IDBI ബാങ്കിലെ ജീവനക്കാരെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വരെ ഇടും. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ അംഗീകാരമുള്ള ധാരാളം ബാങ്കുകളുണ്ട്. അതിലൊന്നാണ് ഈ IDBI ബാങ്ക്. അവിടെ പോകുമ്പോൾ പണത്തിന്റെ സോഴ്സ് ചോദിക്കൂലേ? എങ്ങനെയാണ് ഈ പണം കിട്ടിയെന്ന് സോഴ്സ് അവര് ചോദിക്കില്ല. പ്രശ്നം അതല്ല, അവര് ചോദിക്കില്ല. അവർക്ക് സന്തോഷം, ഡെപ്പോസിറ്റ് അത്രയും കിട്ടി, അവർക്ക് പ്രൊമോഷൻ കിട്ടും. ചോദിക്കുന്നത് അങ്ങനെയല്ല. ഇതെല്ലാം നോക്കിക്കൊണ്ടൊരു സാധനം ഇരിപ്പുണ്ട്, റഡാർ ഇരിപ്പുണ്ട്. ഏതിൻ്റെ റഡാറാണ്? ഏതിൻ്റെ റഡാർ? ഇൻകം ടാക്സിൻ്റെ റഡാർ. ടാക്സ് പിടിക്കാൻ വേണ്ടി നോക്കും. ഇതിൽ അസ്വാഭാവികമായിട്ടുള്ള ചലനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം നോട്ട് ചെയ്യും, ടാക്സ് പിടിക്കും. ടാക്സിന് അങ്ങോട്ട് നോട്ടീസ് ചെല്ലും. ടാക്സിന് നോട്ടീസ് ചെയ്ത് അത് അടയ്ക്കാൻ നേരം ഇത് എവിടെ നിന്നാ വന്നതെന്നുള്ള ഏതോ അറിയേണ്ടി വരും. വരുമാനത്തിൽ കവിഞ്ഞതോ അസ്വാഭാവികമായിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ നേരെ അവരൊന്നും ചെയ്യത്തില്ല, പാവങ്ങൾ. അവർ നേരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട്ട് അയച്ചു കൊടുക്കും. കൊടുക്കുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് ചടവോ പടവോ എന്നും പറഞ്ഞ് ഷൂ ഇട്ട് അടിച്ചുകൊണ്ട് അവരിങ്ങോട്ട് വന്നിട്ട് ഒരേ സമയം ഈ തന്ത്രിയുടെ എല്ലാ തന്ത്രങ്ങളുടെയും ആസ്ഥാനങ്ങൾ റെയ്ഡ് ചെയ്യും. വല്ലതൊക്കെ കൈ കിട്ടും. തന്ത്രി എന്ന് പറയുന്നത് അവിടെ തന്ത്രം കൊണ്ട് അവിടെ നിൽക്കാമെങ്കിൽ EDയുടെ മുമ്പിൽ തന്ത്രം കൊണ്ട് ജയിക്കാൻ പോകുന്നില്ല. കണ്ടില്ലേ? കോടിക്കണക്കിന് രൂപയുടെ ആസ്തി കൊണ്ട് ഈ മനുഷ്യനെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന പരമദരിദ്രവാസി എന്ന് പറയുന്ന ആൾ, ടാക്സ് പോലും അടയ്ക്കാൻ പൈസ ഇല്ല, ഒരു നേരത്തെ ചായക്ക് പോലും കാശില്ലാത്ത ആളുകളെന്നും പറഞ്ഞ് പരമകാരുണികരായിട്ടുള്ള പൊതുജനങ്ങളെല്ലാം കരഞ്ഞിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അയാളെ എന്തിനാ അറസ്റ്റ് ചെയ്ത് പോയെന്ന് ഇപ്പം കണ്ടോ? 30 കോടി രൂപയുമായിട്ടായിരിക്കുന്നത്. അതായത് കാഞ്ഞിരപ്പള്ളിയിൽ അടിച്ച ക്രിസ്മസ് ലോട്ടറി കിട്ടിയ ആളിന് കിട്ടുന്നത് ഏതാണ്ട് 20 കോടി രൂപയായിരിക്കും. 20 കോടി കിട്ടുകയല്ലോ, 15 കോടി കിട്ടിയാൽ കിട്ടി. പിന്നെ പലർക്കും അത് പോവും. ഇതതിൻ്റെ നേരെ ഇരട്ടി സ്വത്ത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രം ഒരു ലോട്ടറി അടിക്കാതെ കിട്ടിയിരിക്കുക. ശബരിമലയിലെ പരികർമ്മി എന്നുള്ള ഒരൊറ്റ ലോട്ടറിയുടെ പേരിൽ. അത് ഭയങ്കര ലോട്ടറിയാണ്, മനസ്സിലായോ? ഇതിപ്പോൾ അതാ ഒരാഴ്ചക്കകം ജയിലിൽ നിന്ന് പുറത്താകും. അടുത്ത ലോട്ടറി ഉടനെ വീഴാൻ പോകുന്നു. വരിയായിട്ട് ഓരോരുത്തർ പോവും. കേസ് നിലനിൽക്കാത്തതാവും. അയ്യപ്പന് പോയാൽ മുതൽ പോവും. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ പോട്ടെ, അതൊന്നുമല്ല നമ്മുടെ വിഷയം. ഇയാൾ ഇത് മിണ്ടാതിരുന്നതിൻ്റെ കൊണ്ട് തന്നെ ഈ കേരളത്തിലൊരു ധനകാര്യ വകുപ്പില്ലേ? ഇവരെന്തോ കൊടുക്കുക? അയ്യോ ഞങ്ങൾ കേന്ദ്രമൊന്നും തരുന്നില്ല എന്ന് ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് എപ്പോൾ നേരെ ഇരിക്കുന്ന ഒരു ബാലഗോപാലുണ്ടല്ലോ. ഇതൊക്കെയുള്ള അഭിഹിതമായിട്ടുള്ള പണം ഇടപാടുകളൊക്കെ നടക്കുമ്പോൾ ഒന്ന് കാണണ്ടേ, ചെയ്യണ്ടേ? ആരെങ്കിലും ഒന്ന് അയക്കണ്ടേ? ഇൻകം ടാക്സിനോടൊന്ന് വിവരം വിളിച്ച് പറയണ്ടേ? അങ്ങനല്ലേ നിങ്ങൾക്ക് പണം തരാനുള്ള പണം കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ടാവും. ഇതൊക്കെ ഒന്ന് അറിയിക്കാനുള്ള ചുമതല അതെങ്ങനെ വേണമെങ്കിൽ നടന്നോട്ടെ. കാട്ടുകള്ളന്മാരും കൊള്ളക്കാരും രാജ്യദ്രോഹികളും എല്ലാം കൂടെ കേരളം നശിപ്പിച്ച് കളയട്ടെ, നമുക്കൊരു കാര്യമില്ല, കേന്ദ്രം വേണമെങ്കിൽ വന്ന് നോക്കട്ടെ എന്ന് പറയുന്നത് ഉത്തരവാദിത്തരഹിതമായിട്ടുള്ളൊരു ഭരണകൂടത്തിന് മാത്രമേ പാടുള്ളൂ. എന്ന് മാത്രമല്ല, കൊടികെട്ടിയ പത്രക്കാരും ഒക്കെ ഉണ്ടല്ലോ. ഇയാളുടെ ഈ ഇടപാടിൽ ഇത്രയും രൂപ അത് അയാൾ വേണ്ടാന്ന് വെച്ചു എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു വാർത്തയല്ലേ? ആ വാർത്തയിലെങ്കിലും നമ്മളിത് കാണണ്ടേ? ഇയാൾ കള്ളനാണെന്നുള്ളത് ജനങ്ങളെ അറിയിക്കണ്ടേ? ഇതുപോലെ വേറൊരു കാര്യമുണ്ട്, തന്നെ ഓർക്കണം. അതായത് ഈ രാജീവ് ഗാന്ധിക്ക് 2.5 കോടി എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമേ അല്ല. എന്താ, നടവരുമാനം തന്നെ ഒരു ദിവസം 2.5 കോടി കൂടുതൽ വരും. കാണിക്ക ഉൾപ്പെടെ മാല ഉൾപ്പെടെ പറിച്ചങ്ങ് ഇട്ടുകൊടുക്കുകയല്ലയോ അദ്ദേഹത്തിന് ദക്ഷിണയായിട്ട് ഭക്തി പാരവശ്യം മൂത്തിട്ട്.
വൈകുന്നേരം ഇതും കൂടെ അടിച്ചോണ്ട് പോയി. ഇത് കൂടാൻ ആർത്തി തീരാൻ ഈ ആർത്തി പണ്ടാരം അവിടെ ഭണ്ഡാരത്തിലുള്ളതും കൂടെ അടിച്ചോണ്ട് വീട്ടിൽ പോയെന്നോ. അതിന് കണക്കില്ലല്ലോ, കണക്ക് ബുക്കില്ല, പരേഡ് ബുക്കില്ല, മനസ്സിലായോ, ഓഡിറ്റിംഗ് ഇല്ല, മുഴുവൻ അടിച്ചോണ്ട് പോവാ. ആ കോടിക്കണക്കിന് രൂപ ഇയാൾ ദിവസവും ലോട്ടറി അടിച്ചുകൊണ്ടിരിക്കുവന്നേ. ആ കാഞ്ഞിരപ്പള്ളിക്കാരൻ അടിച്ചാൽ 20 കോടി രൂപയുടെ ലോട്ടറി പോലെ ഇയാൾ ദിവസവും ലോട്ടറി അടിച്ചുകൊണ്ടിരിക്കുന്നവന് അവന് ഈ 2.5 കോടി എന്ന് പറഞ്ഞാൽ ഇയാൾക്കൊരു വിഷയമല്ല, മനസ്സിലായോ. അപ്പൊ അത്ര ഒരു കോടീശ്വരനായിട്ട് കളിക്കാം. ശരിക്കും പറഞ്ഞ എണ്ണ മുതലാളിമാരുണ്ടല്ലോ അറേബ്യയിലെ ഷെയ്ഖുമാര്, അവരെ പോലെ പണമുള്ള ഒരു മനുഷ്യനായി ഈ തന്ത്രി എന്ന് പറയുന്നത്. സകലമാന തന്ത്രങ്ങൾ ഇനി അയാൾ പയറ്റും, അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുകയും ചെയ്യും. ഇതാണ് ആ മനുഷ്യൻ സുഖാഡംബരത്തിൽ കഴിയുന്നത്. അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു തന്ത്രി സമാജം കൂടെ ഉണ്ട് ഇപ്പോ. തന്ത്രി സമാജം ഇറങ്ങിയിരിക്കുക, അത് ന്യായവും പറഞ്ഞുകൊണ്ട് ന്യായീകരണത്തിന് വേണ്ടിട്ട്. അതെ, ന്യായീകരണ തൊഴിലാളികളായിട്ട്. മന്ത്രിയുടെ പണം ബിനാമി ഇടപാടിൽ കൊണ്ടിട്ടതായിരിക്കോ വെളിയിൽ പറയാത്തത്? മന്ത്രിയുടെ വല്ല പണവും കൊണ്ട് ബിനാമി ഇടപാടിൽ കൊണ്ടിട്ടതായിരിക്കോ? എനിക്ക് സംശയം തോന്നുന്നു. കടകംപള്ളി സുരേന്ദ്രനെ പലതവണ കണ്ടല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇവർക്കിടയിലുള്ള പാലം. ഇങ്ങനെയുള്ള ഏർപ്പാടിനുമാണോ എന്ന് അറിയത്തില്ല. ചുമ്മാ 2.5 കോടി, ഞാൻ 1 കോടി അങ്ങ് തന്നേക്കാം, നിങ്ങൾ ഇതിനകത്ത് ഇടപെടാതിരുന്നേച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഏത് മന്ത്രിയാണ് വീണ് പോകാത്തത്? ഇങ്ങോട്ട് പോയിട്ട് എനിക്കൊരു പുതിയ 2 ഇന്നോവയും വാങ്ങിക്കാമല്ലോ എന്ന് പുള്ളിയും വിചാരിക്കുമ്പോൾ, മുഖ്യം പിണറായി വിജയന് 40 കാറുണ്ട്, എന്നാൽ പിന്നെ എനിക്ക് 2 കാർ ആയിക്കൂടെ? MLA ആയ ഒരാൾക്ക് 2 കാർ ആവാമല്ലോ, മുഖ്യമന്ത്രി 40 കാർ ആവുമെന്ന് പുള്ളിയും വിചാരിച്ചു പോയാൽ ഇതെല്ലാം മോഹം വന്നാൽ ഇന്ന് ഏതൊരാളും പൂച്ചയെപ്പോലെ കട്ടുകുടിക്കും തന്നെ. സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ. ഇതൊക്കെയാണ് ഇത് ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ ഇവർക്ക് ദേഷ്യം വരാനും കാര്യം അതാ. സുഖമായിട്ട് 2.5 കോടിയും കൊണ്ട് ഞാനിവിടെ ഇരിക്കുന്നത് തനിക്കെന്തോ ഉണ്ട്, തൻ്റെ അല്ലല്ലോ ഈ പൈസ എന്നുള്ള മട്ടിലാണ് ഇവർ കാര്യം ചെയ്യുന്നത്, മനസ്സിലായോ. ഇത് ഏത് ബാങ്കാന്ന് വല്ല സൂചനയും കിട്ടിയോ? എനിക്ക് തിരുവല്ലയിൽ പൊട്ടിയൊരു ബാങ്ക് ഉണ്ടല്ലോ സാർ, ഒരു പ്രൈവറ്റ് ബാങ്ക്, പോപ്പുലർ ഫൈനാൻസിയേഴ്സ് വല്ലതും ആണോ? ബാങ്കിന്റെ പേര് സ്വകാര്യ ബാങ്ക്, കാരണം ബാങ്കിനെ സംരക്ഷിക്കണമല്ലോ. സ്വകാര്യ ബാങ്ക് എന്നേ പറയുന്നു, സ്വകാര്യമെന്നേ പറയത്തുള്ളൂ. കാരണം പത്രക്കാർക്കും അതിൽ നിന്ന് വല്ലതും കാണുമെന്നേ. അതിന്റെ വലിയ ഏർപ്പാടല്ലേ, വലിയ നെക്സസ് അല്ലേ സ്വിസ് ബാങ്ക്. അതിന് പോപ്പുലാരിറ്റി കിട്ടാതിരിക്കാൻ വേണ്ടിയാ അവന്. അല്ല, ഇവരെ ഒരു കടയിൽ നിന്ന് നമ്മുടെ ഫുഡ് ഇൻസ്പെക്ടർമാർ എന്തെങ്കിലും മോശമായ വസ്തു കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ആ കടയുടെ പേര് കൊടുക്കുമല്ലോ, അവിടെ പോയി കഴിക്കാതിരിക്കാൻ. അതുപോലെ ജനങ്ങളെ സഹായിക്കാനെങ്കിലും ഏത് പോപ്പുലർ ഫൈനാൻസിയേഴ്സ് ആണെന്നുള്ളത് കൊടുക്കണ്ടേ, അവർ കൊടുക്കേണ്ടതല്ലേ. മനോരമയുടെ ഒരെണ്ണം ഇതുപോലെ നടന്നു പോയിട്ടുണ്ട്, ഇന്റഗ്രേറ്റഡ് ഫൈനാൻസിയേഴ്സ്. മനോരമയായിട്ട് അസോസിയേഷൻ ഉള്ള ഒരു ഫിനാൻഷ്യൽ സ്ഥാപനമായിരുന്നു. ആളുകളെ പറ്റിച്ചുകൊണ്ട് അത് കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഇത് അങ്ങനെയല്ല, പോറ്റിയുടെ പണം വ്യാജ പണമാണ്, മനസ്സിലായില്ലേ. അതുകൊണ്ട് തന്നെ അവരെ അതും കൊണ്ട് അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാ. ഒരു ചൊല്ലുണ്ടല്ലോ, പൊട്ടനെ ചെട്ടി ചതിക്കും, ചെട്ടിയെ ദൈവം ചതിക്കും എന്ന് പറഞ്ഞ പോലെ പോറ്റിയുടെ പണം അവിടെ പോയത്. ബാക്കിയുള്ളത് ഇപ്പോഴും കയ്യിലുണ്ടല്ലോ നിക്ഷേപങ്ങള്. അതുകൊണ്ട് എന്തായാലും ഇതുപോലുള്ള പോറ്റിമാരിനി സന്നിധാനത്തേക്ക് വരാൻ പാടില്ല. ആ പരമ്പരയിൽപ്പെട്ടവരും വരാൻ പാടില്ല. അഗ്നിശുദ്ധരായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇനി വരാൻ പാടുള്ളൂ അടുത്ത മണ്ഡലകാലത്തിലും. അടുത്ത മണ്ഡലകാലം ആകുമ്പോഴത്തെ ഇപ്പോഴത്തെ SIT മാത്രം അന്വേഷിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? സംഭവിക്കാൻ പോകുന്ന ഇതാണ്. അതായത് SIT വന്നു കഴിഞ്ഞാൽ, SIT മാത്രമേ ഉള്ളെങ്കിൽ ഇവർ ഓരോരുത്തരെയായിട്ടും കാലാവധി കഴിഞ്ഞു കുറ്റപത്രം കൊടുത്തില്ല എന്നുള്ളവരൊക്കെ ഓരോരുത്തരായിട്ട് ക്യൂ ആയിട്ട് ജാഥയായിട്ട് ജയിലിൽ നിന്ന് പുറത്തേക്ക് സ്വന്തം വീടുകളിലേക്ക് പോകും. അതാണ് നടക്കുന്നത്. അതിന് തടയാൻ എന്തെങ്കിലും ഒരു ഉപായം അയ്യപ്പൻ കണ്ടെത്തും എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ.